എല്ലാവർക്കും സ്വാഗതം. അമ്മയെ സപ്പോർട്ട് ചെയ്യണേ. ഇന്നിവിടെ ഹാർപ്പിക്ക് ബോട്ടിൽ കൊണ്ടാണ് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു സ്വാൻ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. പേപ്പർ വെച്ച് ആ ഒരു ഹാർപ്പിക്കിൻ്റെ സെൻറ്ററിൽ കുറച്ച് റൗണ്ട് ഷേപ്പിന് കുറച്ച് അതിൻ്റെ ഒരു വയർ ഭാഗം ഒന്ന് വീർത്തിരിക്കത്തക്ക വിധത്തിൽ നമ്മളത് ഒന്ന് റൗണ്ട് ചെയ്ത് ആ ഒരു പേപ്പർ ധൈര്യം കാണിക്കുന്ന കണക്ക് ഒരു 2 മടക്കിന് എടുത്ത് ഒത്തിരി കട്ടിക്ക് 2 മടക്കിന് എടുത്ത് ചുറ്റും ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അതിൻ്റെ ബാക്കിലോട്ട് കുറച്ച് വാല് പോലെ കാണിക്കത്തക്ക വിധത്തിൽ ഇതുപോലെ ചെയ്ത് അത് പിന്നെ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ പേപ്പർ ടേപ്പ് കൊണ്ട് ചുറ്റിയെടുക്കുകയാണ്. ഈ പേപ്പർ ടേപ്പ് ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോട്ട് ഒട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഇനി അതിൻ്റെ 2 വിങ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെയാണ് പേപ്പർ മടക്കി ആ ഒരു ഷേപ്പിനെടുത്ത് 2 സൈഡിലും ഒരുപോലെ ഇത് വെച്ചതിന് ശേഷം അതും ഇവിടെ നമ്മൾ പേപ്പർ ടേപ്പ് കൊണ്ട് ചുറ്റിയെടുക്കുകയാണ്. പേപ്പർ ടേപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ സെല്ലോ ടേപ്പായിരുന്നു യൂസ് ചെയ്തത്. സെല്ലോ ടേപ്പിനെയും കഴിഞ്ഞ് കുറച്ചും കൂടി കളറ് നമുക്ക് പെട്ടെന്ന് കളർ പിടിച്ചെടുക്കുന്നത് പേപ്പർ ടേപ്പ് തന്നെയാണ്. അപ്പോൾ പേപ്പർ ടേപ്പ് ചെയ്താൽ മതി. സെല്ലോ ടേപ്പ് ആകുമ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെയും കൂടി വൈറ്റ് പേപ്പർ ഇട്ട് നമ്മളത് ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് കളർ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമ്മൾ ത്രൂ ആയിട്ട് പേപ്പർ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് ഇതുപോലെ അതിനെ ഒരു ഷേപ്പാക്കി ഇനി അതിൻ്റെ ഒരു ഹെഡ് പോർഷനും അതുപോലെ തന്നെയാണ്. അതിൻ്റെ ഒരു ഹാർപ്പിക്കിൻ്റെ ആ ഒരു അടപ്പിൽ നമ്മളെ ഒരു പേപ്പർ ചുരുട്ടി അതിൻ്റെ ഒരു ഹെഡ് പോർഷൻ പോലെ ചുരുട്ടി കുറച്ച് നെക്ക് ഭാഗം വരെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. ഇതിന് ബിർളയുടെ വൈറ്റ് സിമൻ്റാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെയും കഴിഞ്ഞ് കുറച്ചും കൂടി ബെറ്ററാണ്. പെട്ടെന്ന് ഇത് 2-3 മിനിറ്റിനോട് പെട്ടെന്ന് ഇത് ടൈറ്റായിട്ട് വരത്തില്ല. കുറച്ച് സമയമെടുക്കും. ആ ഒരു സമയം കൊണ്ട് നമുക്കത് മെഴുകി ഇതുപോലെ അതിൽ പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ 1 കോട്ടിട്ട് 2 കോട്ട് 3 കോട്ടായാൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് ഈ ഒരു സിമൻ്റ് ഇട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം ഫസ്റ്റ് കോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എല്ലായിടവും ഒരുപാട് വെള്ളത്തോടെയുള്ള ഒരു കുഴമ്പ് രൂപത്തിലാണ്, ചെറിയൊരു കുഴമ്പ് ഇതിൽ കാണിക്കുന്ന പോലെ ചെറിയൊരു കുഴമ്പ് രൂപത്തിലാണ് ചേർക്കുന്നത്. അത് എല്ലായിടവും അത് പിടിക്കത്തക്ക വിധത്തിൽ നമ്മൾ ഒരു ഹാൻഡ് പോർഷൻ ഗ്ലൗസ് യൂസ് ചെയ്യുക, കട്ടിയുള്ള ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അത് നല്ലൊരു ചൂട് നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിക്കാൻ ചൂട് കൊണ്ട് നമ്മുടെ ആ ഒരു തൊലിക്ക് ചെറിയൊരു എഫക്റ്റ് വരുന്നുണ്ട്. അപ്പം ഇത് ഒരു സെക്കൻഡ് കോട്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എവിടെയെല്ലാം നമ്മളത് ആ ഒരു ബിർളയുടെ ആ ഒരു വൈറ്റ് സിമൻറ്റ് എവിടെയൊക്കെയാണോ ചേർക്കേണ്ടത് അവിടെയെല്ലാം നമ്മൾ കുറച്ച് കുഴമ്പ് രൂപത്തിൽ തന്നെ വീണ്ടും അത് ഒന്നും കൂടി ഒരു കോട്ടും കൂടി ചെയ്യുമ്പം ഫിനിഷ് ചെയ്യാത്ത ഭാഗത്ത് കുറച്ചും കൂടി ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം സാൻഡ് പേപ്പർ വെച്ച് നല്ലതുപോലെ ഉരസി ഒന്നും കൂടി മിനുസപ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ അത് സാൻഡ് പേപ്പർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നല്ലതുപോലെ കൈ വെച്ച് തന്നെ അത് മെഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ബീക്കിന് വേണ്ടിയിട്ട് അതൊരു ചുണ്ടിന് വേണ്ടിയിട്ടാണ് ഒരു ഷേപ്പിന് നമുക്ക് ഇതും അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ ചേർത്ത് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു പോർഷനിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചെയ്യണമെന്നില്ല, കുറച്ച് സാവകാശം എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കുഴമ്പ് രൂപമാകുമ്പോൾ പെട്ടെന്ന് അത് ഉണങ്ങി പിടിക്കാനും സാധ്യതയില്ല. ഇതുപോലെ നല്ല രീതിയിൽ നമുക്കതിനെ മെഴുകി എടുക്കാവുന്നതേ ഉള്ളൂ. കൈവച്ച് യഥേഷ്ടം നമുക്ക് ചെയ്തെടുക്കാം. ഈ ബോട്ടിൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും ഒരു വെയ്റ്റ്ലെസ് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ബോട്ടിലിൽ നമ്മളിങ്ങനെ ഏത് ആർട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമുക്കത് വെയ്റ്റ്ലെസ് ആക്കി തന്നെ എടുക്കാം. ഒരു ഷേപ്പ് നോക്കി നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഏതെണ്ണം നമ്മൾ ചെയ്താലും ആ കളറിങ് ചെയ്യുന്നതിന് ഏറ്റവും മുന്നേ നമ്മൾ വൈറ്റ് ഇവിടെ അക്ലിക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓറഞ്ച് കളർ നമുക്ക് വേണ്ട ഡിസൈൻ. ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത് അത് ഓറഞ്ചും റെഡും ഇട്ട് അതിനൊരു ചിറക് ചെയ്ത് അതിനുശേഷം ബ്ലാക്ക് കോട്ടിങ് കൊടുത്തു കഴിഞ്ഞ് ഇതുപോലെ മോനെ കൊണ്ട് ചെറുതായിട്ട് അതിൻ്റെ ഒരു കളറിങ് ചെയ്യുകയാണ്. അവനത് ചെയ്യുന്നതിൽ തന്നെ അവന് കുറച്ച് ഉത്സാഹം തോന്നി.
ഇനി ഇതുപോലെ തന്നെയാണ് അതിനുള്ള എല്ലാം ഔട്ട്ലൈൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇവിടെ ഞാൻ ചെറിയ ഗ്ലാസ്